ഹായ് മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്, മിഡീവൽ ഇന്ത്യ, അതായത് മധ്യകാല ഇന്ത്യ എന്ന ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ നോട്ട്സും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാവും കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജ്, ഫസ്റ്റ് പേജിൽ എന്താണുള്ള 2 ചിത്രങ്ങളുണ്ട്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. എന്താണ്? ഒന്നാമത്തേത് ചെങ്കോട്ടയാണ്, രണ്ടാമത്തേത് ഹംപി, വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെയും ചിത്രമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചിത്രം ബുക്കിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ചെങ്കോട്ട നിർമ്മിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്തിലാണ്. ഓക്കെ, അപ്പം ചെങ്കോട്ട നിർമ്മിച്ച കാലഘട്ടം ഷാജഹാൻ്റെ ഭരണകാലത്തിലാണ് ചെങ്കോട്ട നിർമ്മിക്കുന്നത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത്. ഈ 2 കാര്യമാണ് നമ്മളോട് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 2 ഫോട്ടോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിക്കൊന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം പഠിക്കാൻ പോകുന്നത് മുഗൾ റൂളാണ്, മുഗൾ ഭരണമാണ്. ഓക്കെ, അപ്പോൾ മുഗൾ ഭരണം എന്ന് പറയുമ്പോൾ ആരാണിത് സ്ഥാപിച്ചത്? ഹു എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ? ബാബർ എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ. ഓക്കെ, 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബറാണ്. അപ്പോൾ വർഷം ഓർത്ത് വെക്കുക, 1526. ഓക്കെ, ഏതുവരെയായിരുന്നു? 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണാധികാരികളുടെ പ്രധാന ആൾക്കാരുടെ പേര് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, ഞാനത് വായിക്കണ്ടല്ലോ, നിങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാബറും ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് അവർ ഭരിച്ച ഇയറും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഓർക്കേണ്ടത് ആരാണ് മുഗൾ ഭരണം കൊണ്ടുവന്നത്, സ്ഥാപിച്ചത്? ബാബറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 6ാം ക്ലാസ്സിലെ പാനിപ്പത്ത് യുദ്ധമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്ത പേജിലോട് കൂടി പഠിക്കാനും പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1526 ഓക്കെ, നോക്കിയേ, ദ മുഗൾസ് ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ, ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദ നൈബറിംഗ് കൺട്രീസ് ഓൾസോ. അതായത് വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു എന്ത്? മുഗളരുടേത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ മാപ്പ് നമ്മൾ കാണുന്നില്ലേ? യെസ്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ രാജ്യം നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ അവിടെ ഭൂപടത്തിൽ ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. എവിടേക്കായിരുന്നു നോക്കിയേ? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ എന്ത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു? മുഗൾ ഭരണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും ഓൾറെഡി നമ്മൾ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളതാണ് എന്ത്? ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിലൊരു ചോദ്യം അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിനി പറയുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അല്ലേ? 1ാം പാനിപ്പത്ത് യുദ്ധം. നമ്മൾ പാനിപ്പത്ത് യുദ്ധം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇബ്രാഹിം ലോധിയും അതിനു മുമ്പുള്ള ഓരോ വംശത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ചാർട്ട് പോലെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്താണെന്ന് പറയാം. ഓക്കെ, ഇൻ 1526 ഇബ്രാഹിം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദി ലോധി ഡൈനാസ്റ്റി, ആൻഡ് ദ ബാബർ, ദ റൂളർ ഓഫ് കാബൂൾ, ഫോർട്ട് അറ്റ് Panipat in Haryana. This battle is revered as the first battle of Panipat. Babur laid the foundation of the Mughal rule in India through this victory. അതായത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ആര്? നമുക്ക് ഓർമ്മയുണ്ട്, ഇബ്രാഹിം ലോധി ആയിരുന്നു അല്ലേ? ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും എവിടെ വെച്ചായിരുന്നു? 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് പറയുന്നത്. ഈ യുദ്ധത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ എന്ത് സ്ഥാപിക്കുന്നത്? മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. ഇതാണ് നമ്മൾ പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഈ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് വന്നത് കേട്ടോ. ഓക്കെ, ഏതിൽ നിന്നായിരുന്നു? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പദം വന്നതെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, നമ്മളിപ്പോൾ ഒന്നും കൂടി അത് മനസ്സിലാക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു അനുശോചനക്കുറിപ്പാണ്, ഒബ്യൂട്ടറി. അതായത് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് എഴുതിയ ഒരു അനുശോചനക്കുറിപ്പ് 1605 CE. ഓക്കെ, ദിസ് ഈസ് ആൻ ഒബ്യൂട്ടറി റിട്ടൺ ബൈ ദ ജെസ്യൂട്ട് പ്രീസ്റ്റ്
പേരിജാരിക് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എംപറർ അക്ബർ. ഓക്കെ, ഈ കുറിപ്പ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് മനസ്സിലാവും. ഓക്കെ, കൂടാതെ നമ്മളിനിയും അടുത്ത ഓരോ പേജിലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ അതിശക്തനായൊരു ചക്രവർത്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു, എല്ലാവരും സ്നേഹിക്കപ്പെട്ട ഒരാളായിരുന്നു ആര്, അക്ബർ ചക്രവർത്തി. അതവിടെ പറയുന്നുണ്ട്, ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഈവൻ വൈൽ ഹാവിങ് എ ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്ട്സ് ദേ ഓൾ ലൗഡ് ഹിം, റെസ്പെക്റ്റഡ് ഹിം ആൻഡ് വാസ് ഓൾവേസ് സബ്മിസീവ് ഹിം. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. ദെൻ അദ്ദേഹം അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗങ്ങളെന്ന് തരംതിരിവില്ലാതെയും, അത് ഉയർന്ന വിഭാഗമൊന്നുമില്ല താഴ്ന്ന വിഭാഗമൊന്നുമില്ല, എല്ലാവരും അദ്ദേഹത്തിന് തുല്യരായിരുന്നു. പിന്നെ പരിചിതരെന്നില്ല അപരിചിതരെന്നില്ല, അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയും അദ്ദേഹം എല്ലാവരും ഒരുപോലെയാണ് കണ്ടിരുന്നത്. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ, അത് പരിചയമുള്ളതും പരിചയമില്ലാത്ത അങ്ങനെ ഒരു വ്യത്യാസങ്ങളും അദ്ദേഹം കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, ഈ കൺസിഡേർഡ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അലൈക്ക്. എന്താണ്, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ആര്, അക്ബർ ചക്രവർത്തി. അതുപോലെ തന്നെ ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി. എങ്ങനെയായിരുന്നു, കരുത്തരോട് ശക്തമായിട്ടും അശക്തരോട് കരുണയോടെയും പെരുമാറിയ ഒരു സുൽത്താൻ. അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് മനസ്സിലാവും. ഇനി നമ്മൾ മുന്നോട്ടുള്ള ഭാഗത്തിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് അക്ബർ ചക്രവർത്തി വിവിധ മതപണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുന്നതും, അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രിയുടെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കാമല്ലോ. 1575 ഇൻ 1575 അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. 1575 അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പോൾ എന്താണ് ഇബാദത്ത് ഖാന നമുക്കറിയണ്ടേ. അപ്പോൾ അവിടെ നമ്മളെ ചിത്രങ്ങൾ കണ്ട പോലെ വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവർ ചർച്ചകൾ ചെയ്യുമായിരുന്നു. ഇത് അക്ബർ ചക്രവർത്തി പിന്തുടർന്ന മതസഹിഷ്ണുതാ നയത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അക്ബർ ചക്രവർത്തി എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കണക്കാക്കുന്ന ഒരാളായിരുന്നു എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുന്നത്, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദി ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിയിട്ട് അക്ബർ രൂപം കൊടുത്ത ദർശനമാണെന്ത്, ദിൻ ഇലാഹി. അപ്പോൾ ഈ ദിൻ ഇലാഹി എന്താണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. ഫത്തേപൂർ സിക്രി 1575 ഇബാദത്ത് ഖാന, ആ വർഷമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ദിൻ ഇലാഹി, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിയിട്ട് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ്. ഓക്കെ, പിന്നെ അതുപോലെ അതിനർത്ഥം വരുന്നത് എന്താ, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇഖുൽ, പീസ് ടു ഓൾ ഓർ സുൽഹ് ഇഖുൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഈ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണെന്ന ആശയം വ്യക്തമാക്കിയായിരുന്നു ആരുടെ ലക്ഷ്യം, അക്ബർ ചക്രവർത്തിയുടെ ലക്ഷ്യം. ഓക്കെ, എയിം ടു ക്ലാരിഫൈ ദ ഐഡിയ ദാറ്റ് ഓൾ വിഷൻസ് ആർ ഫോർ ദ വെൽഫെയർ ഓഫ് ദി ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇവിടുത്തെ പോയിൻറ്റ്സ്. ഇൻ 1575 അക്ബർ ചക്രവർത്തി ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുന്നു, ഫത്തേപൂർ സിക്രിയിലാണ്. പിന്നെ ദിൻ ഇലാഹി, പിന്നെ ഇതിൻ്റെ അർത്ഥമാക്കുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് എന്താണ്, പീസ് ടു ഓൾ അഥവാ എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ചോദ്യം നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന. അക്ബർ ഇബാദത്ത് ഖാന പണിയെടുപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. 1575 അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന. അല്ല, ഇൻ 1575 അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന in his new capital Fatehpur Sikri. Scholars and dignitaries of various religions used to gather here. This discussion speaks volume about Akbar's policy of religious tolerance. അപ്പം മലയാളത്തിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വിവിധ മതങ്ങളിലെ പണ്ഡിതർക്കും പ്രമുഖർക്കും ഒത്തുചേരുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനും വേണ്ടിയാണ് അക്ബർ 1575 ഫത്തേപൂർ സിക്രിയിൽ ഈ ഇബാദത്ത് ഖാന പണിയെടുപ്പിച്ചത്. അക്ബർ പിന്തുടർന്ന മതസഹിഷ്ണുതാ നയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ചർച്ചകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഉത്തരമായിട്ട് എഴുതാൻ പറ്റുക. നമുക്കൊരു വൺ വേർഡൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ് അക്ബർ ക്രിയേറ്റഡ് ഡാഷ്. അതായത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനത്തിൻ്റെ പേര് എന്താണ്. അപ്പോൾ എന്താണ്, ദിൻ ഇലാഹി. ഓർത്ത് വെക്കണം കേട്ടോ. ദ കോർ ഓഫ് ദ വിഷൻ ഓഫ് ദിൻ ഇലാഹി. ദിൻ ഇലാഹി എന്ന് പറഞ്ഞ ദർശനത്തിൻ്റെ കാതൽ പീസ് ടു ഓൾ, അല്ലേ, എല്ലാവർക്കും സമാധാനം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് വൺ വേർഡായിട്ട് ചോദിക്കുക. അതുപോലെ അക്ബർ അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ്.
അക്ബർ ഒഴിവാക്കിയ ഒരു റിലീജിയസ് ടാക്സിൻ്റെ പേര് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും അല്ലേ, ജസിയ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പിന്നെ വിവിധ മതങ്ങളിലെ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട്, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആരുടെയൊക്കെ പേര് നമുക്ക് ഓർമ്മയില്ലേ? രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ്, ബീർബൽ were the prominent among those who have held high position in the royal court of the emperor അക്ബർ. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉയർന്ന പദവി അലങ്കരിച്ച പ്രമുഖരുടെ പേര് ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ്, ബീർബൽ എക്സെട്ര. ഓക്കെ, കുറച്ച് കാര്യമായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ മുഗൾ ആർമി, മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ മൻസബ്ദാരി സിസ്റ്റം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഇങ്ങനെയാണ് ചോദ്യം വരിക, മൻസബ്ദാരി സമ്പ്രദായം അഥവാ മൻസബ്ദാരി സിസ്റ്റം എഴുതാനൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പോയിൻ്റായിട്ട് വേഗം പഠിച്ച് എടുക്കാം. ഓക്കെ, ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായൊരു സൈന്യം ആവശ്യമായിരുന്നു. ഓക്കെ, മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമാണെന്ത്? മൻസബ്ദാരി. അപ്പോൾ മൻസബ്ദാരി സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായൊരു സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണെന്ത്? മൻസബ്ദാരി. ഓക്കെ, അത് നെക്സ്റ്റ് നോക്കിയേ. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. അപ്പോൾ ഈ സമ്പ്രദായം അനുസരിച്ചിട്ട് ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണം. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. അപ്പോൾ ഈ മൻസബ് എന്ന് പറയുന്നില്ലേ, അപ്പോൾ ഈ മൻസബ് എന്ന പദവി എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഈ തൊട്ട് പറയാം, മൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ചിട്ട് ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് എന്ത് പറയുക? മൻസബ് എന്ന് പറയാം. ഓക്കെ, അപ്പം ദ റാങ്ക് ഓഫ് ദ മൻസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് ഈ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് എന്താ കൊടുക്കുക? ഈ മൻസബ്ദാർക്കൊക്കെ പദവി അഥവാ റാങ്ക് നിശ്ചയിക്കുക. അപ്പോൾ ഇവർ പിന്നെ എവിടെ നിന്നാണ് ഇവരൊക്കെ ഈ നമ്മൾ നിലനിർത്തുന്ന സൈനികർക്ക് ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് പിന്നെ അവരെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നോക്കിയേ? ദ മൻസബ് ദസ് മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ദം. അപ്പോൾ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം സൈനികർക്ക് നൽകുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യും? ഈ പറഞ്ഞ മൻസബ്ദാരുടെ പദവിക്കനുസരിച്ചിട്ട് അവരുടെ പിന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നറിയോ? ഭൂമി പതിച്ചു നൽകും. ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുക്കും മൻസബ്ദാർമാർ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അങ്ങനെയാണ് അവരുടെ സൈന്യത്തെ നിലനിർത്തുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായേ? അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പിന്നെ ഈ രാജ്യം വിപുലമാക്കുന്നതിനും ഈ വിസ്തൃതമായ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. അതുപോലെ തന്നെ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത്? ഇതിനൊക്കെ ഓരോ ഉദ്യോഗസ്ഥരുണ്ടാവും, അവരുടെ അണ്ടറിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും, അല്ലേ, ഒരു റെജിമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് പിന്നെ ഈ പണമൊക്കെ അവർക്ക് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതിന് പകരം ഈ മൻസബ്ദാർമാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മൻസബ്ദാർമാർ അവിടെ നിന്ന് ടാക്സ് പിരിക്കും, നികുതി പിരിക്കും, അതിനുശേഷം ഇവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. റെഡി? നല്ല പോലെ വായിക്കുക, എന്നിട്ട് പിന്നെ ഒന്നുകൂടി മനസ്സിലായിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നമ്മളിവിടെ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, മുഗൾ ഭരണ രീതിയാണ് നോക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മുഗൾ രാജ്യം അല്ലെങ്കിൽ മുഗൾ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു ഭരണക്രമം ഉണ്ടായിരുന്നു. ആ ഭരണക്രമം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? സുബ, സർക്കാർ, പർഗാന, ഗ്രാമ. മലയാളത്തിൽ ഗ്രാമം കേട്ടോ. ഇതാണ് അവിടുത്തെ ഭരണക്രമം. നെക്സ്റ്റ് നോക്കുക. ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ് ആൻഡ് ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. ഓക്കെ, അപ്പം എല്ലാം ചക്രവർത്തി ആയിരുന്നു എന്ന് തന്നെ പറയാം. ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. ഓക്കെ, രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. തൊട്ടടുത്ത പാരഗ്രാഫ് കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
During the Mughal period, there were no separate courts for the administration of justice as today. അതായത് മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിന് നമ്മൾ ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിട്ടില്ല. പകരം എന്താ ഉണ്ടായെന്ന് നോക്കിയേ. ഇൻസ്റ്റഡ് എ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ്, അവരെന്താ വിളിക്കുക, ഒരു തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ്. അവരെ ഗാസിമാർ അഥവാ ഇംഗ്ലീഷ് ഗാസി എന്നാണ് പറയുക. ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ എന്ത് ചെയ്യും, അവർ അന്വേഷിക്കുക, എന്തെങ്കിലും ഒരു കുറ്റം എന്തെങ്കിലും കൊണ്ട് ആരെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തദ്ദേശീയരായ ഈ മതപണ്ഡിതന്മാർ തർക്കങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ അതിൽ അന്വേഷണം നടത്തിയും അന്വേഷണം നടത്തിയിട്ട് അവർ തന്നെ അതിൽ തീർപ്പ് കൽപ്പിക്കുക ചെയ്യാം. ഓക്കെ, നോക്കിയേ. ദോസ് ഹൂ വർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലെയിൻ ഡയറക്ട്ലി ടു ദ എംപറർ. അതായത് നമുക്ക് എല്ലാ വിധിയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് എന്തെങ്കിലും വിധി വന്നാൽ പെട്ടെന്ന് അയ്യോ ചെയ്യാത്ത, ചിലപ്പം നമ്മൾ ചെയ്തതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും വരിക. അപ്പം നമുക്കത് ഈ വിധിയിൽ ഈ തീരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും അതൃപ്തി വന്നാൽ, ഇപ്പം നമ്മൾ ചെയ്യാത്ത തെറ്റിനൊക്കെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ വന്നാലും എന്തെങ്കിലും വന്നാലും എന്ത് ചെയ്യുക, ഈ തീരുമാനത്തിൽ നമുക്ക് അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് എന്ത് ചെയ്യുക, പരാതി പറയാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ദോസ് ഹൂ വർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലെയിൻ ഡയറക്ട്ലി ടു ദ എംപറർ. ഓക്കെ, ദെൻ ministers and heads of departments were appointed to advise the king on administrative matters. അതായത് ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായിട്ട് മന്ത്രിമാരും വകുപ്പ് അധ്യക്ഷരൊക്കെ വകുപ്പ് അധ്യക്ഷരൊക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുഗൾ ഭരണരീതിയിൽ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസാണ് മക്കളെ, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. ഓക്കെ, ഇത് മുഗൾ ഭരണകാലത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടിയത് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളുണ്ടായിരുന്നു, വ്യാപാരികളിൽ നിന്നൊക്കെ, അവരുടെ യാത്രാ വിവരണങ്ങളിൽ നിന്നൊക്കെയാണ്. അതാണ് ആദ്യം തന്നെ പറയുന്നത്. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം റെക്കോർഡഡ് അബൌട്ട് ദ സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ റൂൾ. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്തെ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും യാത്രാ വിവരണങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറയാം. അത് വെച്ച് നമ്മൾ ആദ്യത്തെ പോയിന്റ് ഓർത്ത് വെച്ചോ. എന്തായിരുന്നു നോക്കിയേ, എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. എന്തായിരുന്നു? ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. എന്തായിരുന്നു? ഒരു ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഓക്കെ, പിന്നെ നോക്കുക, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. സ്ട്രാറ്റ എന്ന് പറയുന്നത് തട്ടുകളാണ് അല്ലെ. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് എന്ന് പറഞ്ഞാൽ സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, നമ്മൾ അവിടെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. നമ്മൾ പറഞ്ഞതാണ്. എന്തായിരുന്നു? ഒരു ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. രണ്ട്, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. ഓക്കെ, പിന്നീടോ, ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ സാധാരണക്കാരനും ഏറ്റവും മുകളിൽ ആരായിരിക്കും? രാജാവുമായിരുന്നു. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദ വേജസ് ആൻഡ് ഇൻകം. എന്താണ്? അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അവിടുത്തെ വേതനത്തെയും അവരുടെ തന്നെ വേതനവും അതുപോലെ തന്നെ വരുമാനത്തെയൊക്കെ ആശ്രയിച്ചായിരുന്നു. ഓക്കെ, ദെൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് വെർ ഫാമേഴ്സ്. അതായത് ഭൂരിഭാഗം ജനങ്ങളും ആരായിരുന്നു? കൃഷിക്കാരായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പോയിൻ്റ്, കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അന്നേ മുതലേ ജാതി വ്യവസ്ഥകളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. ദെൻ ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അല്ലേ, എന്താ ഉള്ളത്? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ദർ existed wide difference in the way of life, food habits and clothing of people from place to place. അതായത് അവിടുത്തെ ജനങ്ങളുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലത്തെയും ജനങ്ങൾക്ക് അവരുടെ ജീവിത രീതിയും ഭക്ഷണവും വസ്ത്രം എന്നിവയിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അവിടെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അത് നമ്മളൊരു ഒരു ഫ്രഞ്ച് സഞ്ചാരിയുടെ പേര് പറയുന്നുണ്ട്, ടവർണിയർ. അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിലൊക്കെ രേഖപ്പെടുത്തിയതൊക്കെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നോക്കിയേ, റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ,
കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വർ ദ മേജർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഓഫ് ദം. അവരുടെ എന്തൊക്കെയായിരുന്നു? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവരുടെ അക്കാലത്തെ പ്രധാന കാർഷിക വിളകളായിരുന്നു. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച്ഡ് അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അപ്പോൾ ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള മുഗൾ കാലത്തെ സാങ്കേതിക വിദ്യയും പുതിയ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ കാർഷിക മേഖല നല്ലപോലെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ ദ പേർഷ്യൻ വീൽ ആൻഡ് ദ കനാൽസ് വർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ആ സമയത്ത് ജലസേചനത്തിന് വേണ്ടിയിട്ട് പേർഷ്യൻ ചക്രവും കനാലുകളൊക്കെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, പോയിൻറ്റ്സ് പിന്നെ നോക്കിയിട്ട് എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക. നോക്കിയേ, നമ്മൾ തൊട്ട് മുന്ന് പറഞ്ഞ പേർഷ്യൻ വീലിൻ്റെ ചിത്രം അവിടെ കാണിക്കുന്നുണ്ട്. കാർഷിക രംഗത്ത് എന്തുണ്ടായി? പെട്ടെന്ന് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആക്സലറേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ട്രേഡും അർബനൈസേഷൻ, കച്ചവടത്തെയും നഗരവൽക്കരണവും കുറച്ചും കൂടി സ്പീഡായി. അതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ദ ഫോറിൻ ഗുഡ്സ്. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. അതായത് വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു എന്ത് അവിടെ? ഗുജറാത്ത്. അപ്പോൾ തുണിത്തരങ്ങളും മസ്ലിൻ പട്ടും പഞ്ചസാര, അരി തുടങ്ങിയവ പ്രധാന കയറ്റുമതി ഇനങ്ങളും കൂടിയായിരുന്നു. പിന്നെന്താ അവിടെ പറഞ്ഞത് നോക്കിയേ? ദ മേജർ വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജലഗതാഗതം കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ജലഗതാഗതം കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നു. പിന്നെ ഇക്കാലത്തെ പ്രധാന നഗരങ്ങളുടെ പേര് അവിടെ പറയുന്നത് ദ മേജർ സിറ്റീസ് ഓഫ് ദ പീരീഡ് വർ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ഥലങ്ങളുടെ പേര് പറയുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് നോക്കിയാൽ ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂറത്ത്, ആഗ്ര. അപ്പോൾ ആ നഗരങ്ങൾ ഇന്നത്തെ രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് നോക്കിയേ? ധാക്ക ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്ത്യയിലാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്തും ആഗ്ര എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ആ നഗരങ്ങളുടെ പേരൊക്കെ പഠിക്കുക. ഇന്നത്തെ ഏത് രാജ്യങ്ങളിലാണ് അതില്ല, ആ സ്ഥലങ്ങൾ ഇപ്പോഴില്ലേ നോക്കുക. പിന്നെ എന്താണ് നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കണം. പിന്നെ കാർഷിക രംഗങ്ങളിലുണ്ടായ പുരോഗതി കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തിയിട്ടുള്ള കാര്യം കൂടി ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മളിനി പറയാൻ പോകുന്നത് കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്, സാംസ്കാരിക സമന്വയം. അപ്പോൾ നമ്മളവിടെ ഒരു ഫിഗർ കാണുക, ഒരു ചിത്രം കാണുന്നുണ്ട്. രാസ്നാമ എന്താണ് എന്ന പുസ്തകത്തിൻ്റെ, രാസ്നാമ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ്. അപ്പോൾ നമുക്ക് ചിത്രം ശ്രദ്ധിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. അതായത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണ്. അപ്പോൾ ആരാണ് വിവർത്തനം ചെയ്തതാണ് നമുക്ക് നോക്കണ്ടേ? ആരായിരുന്നു? ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാഷുക്കോ, ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദരാഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഇതെന്താണ് നമുക്ക് കാണിക്കുന്നത്? ഈ ചിത്രം അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ പരിവർത്തനമൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഓക്കെ, അങ്ങനെ ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സംസ്കാരവുമായിട്ടുള്ള കൂടിച്ചേർന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ പറഞ്ഞ പാടെ തന്നെ. അപ്പോൾ നോക്കുക, ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാം, നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾ ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് എ പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ മുഗൾസ്. അതായത് താജ്മഹൽ, ആഗ്രക്കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെയും സമന്വയത്തിൻ്റെ ഉദാഹരണമാണ്. ഓക്കെ, ഇതാണ് ആദ്യം നമ്മളോട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ? ഉർദു, എ ന്യൂ ലാംഗ്വേജ്, വാസ് ഓൾസോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ അതുപോലെ തന്നെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. അപ്പോൾ ഏതൊക്കെ ഭാഷകൾ കൂടി ചേർന്നിട്ടാണ് ഉറുദു ഭാഷ ഉണ്ടായേ? പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷകളും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ഉറുദു ഉണ്ടായത്. അതുപോലെ മറ്റൊരു കാര്യം എന്താണ്?
ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി സിന്തസിസ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തെളിവുകളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പഠിക്കുന്നത് എന്താ? കൾച്ചർ ഇൻ്റഗ്രേഷൻ, സാംസ്കാരിക സമന്വയം എന്ന് പറയുമ്പോൾ ഈ മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യം ഓർക്കുക, ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെന്താ നമ്മൾ പറഞ്ഞ ഈ ഫോർട്ടുകൾ അല്ലെ, പിന്നെ കോട്ടകളൊക്കെ സമന്വയം, ഏതൊക്കെ സംസ്കാരത്തിൻ്റെ സമന്വയമാണെന്ന് ഓർക്കുക. അതുപോലെ ഉറുദു ഭാഷ ഓർക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. ഒരു പോയിൻറ്റും വിടാതെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താണ്, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നോട്ട്സിൽ പോയിൻറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നോട്ട്സൊക്കെ നോക്കി നന്നായിട്ട് വായിച്ച് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സെക്കൻഡ് പാർട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, ബൈ.